എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ കുർബാനയാണ്. നമ്മളെല്ലാവരും കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ നിൽക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും അതുപോലെ നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും ആവശ്യവും കുടുംബയോഗത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ സമയത്ത് കർത്താവിൻ്റെ കയ്യിൽ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ സമർപ്പിക്കാം. ഇവിടെ ഇന്ന് കുർബാനയല്ലാൻ എൻ്റെ കൂട്ടത്തിലുള്ളത് ഫാദർ റോജസ് പാറയടി. അച്ഛൻ CSC സഭയിൽപ്പെട്ട അംഗമാണ്. ഇപ്പോൾ നാഗാലാൻഡിൽ കോഹിമ രൂപതയിൽ ജോലി ചെയ്യുന്നു. ഇത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ജോർജ് തോട്ടപ്പള്ളിയിൽ ജോർജ് അല്ലെങ്കിൽ അഖിൽ മനുവശ് എന്ന് വിളിക്കുന്നു. അച്ഛനിപ്പം ട്രാൻസാനിയയിൽ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്നു. ഈ അച്ഛൻ ജീൻസ് വാളിപ്ലാക്കൽ തലശ്ശേരി രൂപതയിൽപ്പെട്ട അച്ഛനാണ്. അച്ഛൻ നമ്മുടെ ഇവിടെ മൂന്നരവിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ പാപ്പച്ചൻ എന്നയാളുടെ മകളുടെ മകനാണ്. ഇവരെല്ലാവരും ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട വേറെ 4-5 അച്ഛന്മാരും കൂടെ വരേണ്ടതായിരുന്നു. അവർക്ക് ഓരോരോ അസൗകര്യം കൊണ്ട് ചിലർക്ക് യൂറോപ്പിലാണ്, വരാൻ പറ്റിയില്ല. അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഓർക്കാം. നമുക്കെല്ലാവർക്കും കൂടി ബലി അർപ്പിക്കാം. അതുപോലെ തന്നെ ഇന്നിവിടെ വരാൻ ഇത്രയും എനിക്കറിയാമോ 9:30 is too early, എന്നാൽ ഇത്രയും നേരത്തെ ഇവിടെ വരാൻ നിങ്ങൾ ഇത്രയും പേരെങ്കിലും സന്മനസ് കാണിച്ചതിന് ഏറ്റവും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ കുർബാനയുടെ സമയത്ത് നമ്മുടെ ഇന്നത്തെ എല്ലാ ചടങ്ങുകളുടെയും വിജയകരമായ നടത്തിപ്പിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം. നവമൊരു പീഠമൊരു കീഴാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയണച്ചീടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നാഥനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ആ
പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവ. ഭൂസ്വർഗം നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥത്തോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങളങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കഞ്ഞി നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും. മുഴുവൻ ഞാൻ നിന്നതനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരച്ചനിലോ ഒരു വഴിയോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താമവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രയേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നു ശ്രീ നഗരിയവൻ. കരുണാവാരിധി അവനല്ലോ.
ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിനു മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃഞ്ഞ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങല്ല സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയും ഏകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ ആവർത്തനേ, കാരുണ്യം ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
എൻ്റെ സഹോദരി, ഗബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നിന്നുള്ള വായന 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. വിശുദ്ധ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ ചുരുക്കം ഇതാണ്. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൽ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനാണ്. പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു: പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തരുന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക. ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷാ സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നല്ലൊരാശയമിന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. കർത്താവിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 17 9 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങനെക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അങ്ങ് അവരെ കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടി ആയിരുന്നപ്പോൾ അങ്ങനെക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നാശത്തിൻ്റെ ആ പുത്രനല്ലാതെ മറ്റാരും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ പക്കലേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകുവാൻ വേണ്ടിയാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്നങ്ങ് അവരെ എടുക്കണമെന്നല്ല,
ദുഷ്ടനിൽ നിന്നവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൽ നിന്നല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരെ അങ്ങ് സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ നമ്മുടെ ഈ കുടുംബയോഗത്തിൻ്റെ ഡിസിഷൻ അതുപോലെ ജോൺസോടൊപ്പം സഹകരിക്കുന്ന ഷാജേട്ടൻ, അതുപോലെ രജിച്ചേട്ടൻ, ജഗദീഷ് കടകി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മൾ വായിച്ച സുവിശേഷം ഈശോ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുന്ന സുവിശേഷ ഭാഗമാണ് വായിച്ചെടുത്തത്. ഈശോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടെ സന്തോഷം സുഖമാകാൻ വേണ്ടിയാണ്. എൻ്റെ സന്തോഷം സുഖമാകാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ കൂടി വരവ് ഈ ഒരു സന്തോഷത്തിൻ്റെ വലിയൊരു അവസരമായി മാറ്റപ്പെടുന്നു എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മലബാറിൽ ഇങ്ങനെ ഒരു കുടുംബയോഗം പങ്കെടുക്കുന്നത് നിരവധി തവണ വിളിക്കുകയും അവിടെ വന്ന് ഞങ്ങളെ ക്ഷണിക്കുന്ന അവസരത്തിൽ ഞാൻ വിചാരിച്ച ചെന്നായാലും മറ്റു പരിപാടികളൊക്കെ മാറ്റി വെച്ചിരുന്നു. കാരണം ഞങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ ദിവസമാണ് ഇന്ന്. ഞാനിന്ന് വിചാരിച്ചത്. ഇവിടെ ഈ ഒരു കൂട്ടായ്മ നമുക്ക് കർത്താവ് സൂചിപ്പിക്കുന്ന തന്നെ വലിയൊരു സന്തോഷത്തിന് അവസരമായി മാറ്റപ്പെടും. നമുക്കറിയാം, കൂട്ടായ്മ എപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രധാനം ചെയ്യുന്നത്. വളരെ നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ടവർ കണ്ടുപോകുന്നത് വലിയ ആനന്ദത്തിന് അവസരമാണ്. നമ്മൾ വാചകത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധമറിയാം എലീശയെ സന്ദർശിക്കാനായിട്ട് പോകുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. മറിയം യേശുവിന് വേണ്ടി തന്നെ ഉദിച്ചു ചാടിയെന്നാണ് സുവിശേഷം പറയുന്നത്. നമുക്കറിയാം, വളരെ നാളുകൾക്ക് ശേഷം ഇത്രയും ആളുകൾ കാണാനായിട്ട് പറ്റി. നമ്മൾ ഒരാളാണ് സന്തോഷമാണ്. ഒന്ന് പരിചയപ്പെടുവാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുമ്പോഴത്തേക്കും വളരെ സന്തോഷമാണ്. എനിക്ക് ആരെയും പരിചയമാവും, രണ്ടുപേരെയാവുമ്പോഴേക്കുള്ളൂ. കൂടുതൽ ആളുകൾ പരിചയപ്പെടുന്നതാണ് എൻ്റെ ആഗ്രഹം. രണ്ടുപേരെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാവരും എല്ലാവരും പോകാറുള്ളൂ. ഇവിടെ വന്ന് മീറ്റിംഗൊക്കെ വന്നത് കുറെ പാട്ടൊക്കെ മിനിമം ഒരു 10 പുതിയ ആളുകളെ പരിചയപ്പെടുത്തുന്നത് ഇഷ്ടമാണ്. വളരെ കുറച്ച് ആളുകളെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ 10 പേരെ നമ്മുടെ സന്തോഷത്തിന്റെ നന്മ വളരെ അധികമാവുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഈശോ പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇവരെ നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിന്റെ ആത്മത്തിലും സ്നേഹത്തിലും കൂട്ടായ്മയിലേക്ക് വളരുമ്പോഴാണ് അനുഗ്രഹിക്കുന്നത്. ലോകം ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് സ്വാഭാവികമാണ്. നമ്മൾ വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരും വ്യത്യസ്തമായ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടതയിൽ നിന്ന് അവരെ കാക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു കൂട്ടായ്മയിലേക്ക് വളരുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കുന്ന എല്ലാ ചിന്തകളെയും, ലൗകികമായ ചിന്തകളെയും കാരുണ്യത്തോടും പെരുമാറാനും ഇടപെടാനും നമ്മൾ പഠിക്കണമെന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്വഭാവം കരുണയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നത് ഈ ഈ ആദ്യം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശദീകരിക്കാനും മറ്റുള്ളവരോട് വിശദീകരിക്കപ്പെടുന്നതാണ്.
ഈ ഒരു അവസരത്തിൽ ചിന്തിക്കാവുന്നത് നന്ദിയുടെ ഒരു പ്രകടനം വിശ്വശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകമുണ്ട് പോകുന്ന സമയം അറിയാം അവനെല്ലാവരും ഒന്നായി ഈ ഒന്നാകൽ എന്ന് പറഞ്ഞാൽ അതൊരു ഹൃദയത്തിന്റെ ഭാവമാണ്. ഒന്നാകൽ 1970 എന്തുകൊണ്ടാണ് ഓരോ വസ്തുക്കളും അനേക വർഷങ്ങളായി ചിന്തിച്ചതിൽ പോകാതെ ഒരു സ്ഥായിയായ ഒരു ഭാവം കൈവരിക്കും. ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അതിന്റെ കേന്ദ്രത്തിലേക്ക് അതിശക്തമായ ആകർഷിക്കപ്പെടുന്നതാണ്. അതിന് സ്ഥായിയായ ഭാവം വളരെ ഈ ഒരു സ്നേഹത്തിന്റെ ബന്ധം ഒരു കാന്തിക വലയത്താൽ എന്ന് വേണം പരസ്പരം ആകർഷിക്കുന്ന ഒരു ബന്ധം രൂപപ്പെടുന്നതാണ് ഐക്യമാണ്. അതുകൊണ്ട് ശിശുമാരുടെ ഈശോയുടെ യഥാർത്ഥ ഏക പ്രാർത്ഥനയും കർത്താവെ അവരെല്ലാം ഒന്നാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. പല സാഹചര്യങ്ങളിലും പല പ്രലോഭനങ്ങളിലും പല വസ്തുക്കളിലേക്ക് ജീവിക്കേണ്ടി കർത്താവെ കൂട്ടായ്മ എപ്പോഴും വളരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ഈ ഒരു ഒന്നാകലിലാണ് നമ്മൾ തോട്ടപ്പള്ളി കുടുംബാംഗങ്ങളാണെങ്കിലും അതിൻ്റെ വ്യത്യസ്ത കുടുംബമായ പക്ഷെ നമ്മൾ ഈ ഒരു കൂട്ടായ്മ ചേർന്നപ്പോൾ നമ്മളെല്ലാവരും തോട്ടപ്പെടുത്താനാണ് വ്യത്യാസമൊന്നുമില്ല, വ്യത്യസ്തങ്ങളെ അറിയപ്പെടുന്നെങ്കിലും. കാരണം നമ്മുടെ സ്നേഹബന്ധം ആ ഒരു ഒന്നാകലിലേക്ക് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ചോദ്യത്തിൽ അധിഷ്ഠിച്ചത് നമ്മളിവിടെ ഏറ്റവും വലിയ ബലനം ഈ ആത്മീയ ശിശുവാനാണ്. ഞാൻ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും വിശുദ്ധ വലിയ തന്നെ ഏറ്റവും ദൂരെ വന്നു എന്നുള്ളത് നിങ്ങൾ അഭിനന്ദിക്കാൻ വയ്യാന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. കാരണം ഈശോയുടെ വചനത്തിലും സ്നേഹത്തിലും ഒന്നാകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു വേദനയുടെയും മറ്റൊരു കഷ്ടപ്പെടലിന്റെയും അവസ്ഥയിൽ പോകുന്നു. അതുകൊണ്ട് ഈ ഒരു സ്നേഹത്തിന്റെ ഐക്യം കൂടുതൽ കൂട്ടിയുറപ്പിക്കാൻ നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കണം. അതിന് ചില വിട്ടുവീഴ്ചകൾ, ചില സമയങ്ങളിൽ ചില ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം. എല്ലാവരും ചിലപ്പോൾ എല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കാനോ പ്രാധാന്യം കൊടുക്കാനോ ക്ഷണിക്കാനോ പറ്റിയെന്ന് വരുന്നില്ല. അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒന്നാമത് പൂർണ്ണമാണ്. എല്ലാം എപ്പോഴും ശരിയാണെന്ന് പക്ഷെ ശരിയായ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് പല കുടുംബങ്ങളായി പല ചിന്തകൾ വരുന്നില്ല. പക്ഷേ ആ ചിന്തകളെ ഒരുമിച്ച് കാണാൻ പറ്റും. ഈ രണ്ട് ചിന്തകൾ നമ്മുടെ പോകുന്നത് ആ സ്നേഹത്തിന്റെ ബന്ധത്തിൽ കാന്തിക വലയത്താൽ വേണം ഒരു സ്നേഹത്തിന്റെ ബന്ധത്തിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മ വളരെക്കൊള്ളുന്നത്. ഇതൊരു ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു വലിയ കൂട്ടായ്മയായി വളരും. ഞാൻ പറയുന്നതാണ്, ഞങ്ങളുടെ പുതിയ തലമുറക്കാരാണ്. ഞങ്ങളുടെ കഴിഞ്ഞുള്ള തലമുറയും ഇപ്പോഴുണ്ട്. കാരണവരെയാണ് കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത്. ഞങ്ങളിവിടെ പല ആളുകളും വിദേശത്താണ് എന്നറിയാം. ആ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ കുറച്ച് ആളുണ്ടായി. ഒരു പ്രത്യേകം ഈ സമയം അഭിവാദം നടത്തുകയാണ്. ആ ഒരു കൂട്ടായ്മയിലേക്ക് തലമുറയോളം വളരുമ്പോഴാണ് നമ്മുടെ കൂട്ടായ്മ കൂടുതൽ വളരുന്നതും കൂടുതൽ സന്തോഷത്തിലേക്ക് വളരുന്നതും. അതുകൊണ്ട് കൂടെ കൂട്ടുചേരാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുമയോടെ അതിൽ പങ്കാളിയാണ്. ഇത് രണ്ടാമത്തെ കുടുംബമാണെന്ന് പറഞ്ഞു. അടുത്ത കൂടുതൽ കൂട്ടായ്മ സന്തോഷത്തിൽ സ്നേഹത്തിൽ നന്മയിൽ വിശുദ്ധിയിലും ഒന്നാകും. അപ്പോൾ ദൈവം ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കും. വിശദമായ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനുള്ള ദിവസമായി മാറ്റാം. നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പരസ്പര ഒരു ഒന്നാകലിലേക്ക് നാം എത്തിച്ചേരാം. ഒരു കുടക്കീഴിൽ ഒന്നുചേരുന്ന സമൂഹമായി ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കും. അവസാനമായി ഈ സമയം അഭിനന്ദിക്കുകയും പ്രതിനിധി അർപ്പിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട മനുഷ്യനാണ് ഇതിൻ്റെ ഒരു ആമുഖമായ ചിന്തകളിലേക്ക് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അച്ഛന്മാരെ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് കാരണന്മാരായി നിങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. ആ ഒരു സ്നേഹത്തിലേക്ക് അച്ഛൻ ആദ്യത്തെ ഒരു ഇൻട്രഡക്ഷൻ ഇട്ട് കൊടുത്തു. പിന്നെ ഷാജിച്ചേട്ടനും ചേട്ടനും അതുപോലെ ദിനേശേട്ടനും കൂടി ഇത് ചെറിയ ദിവസം കൊണ്ടാണ് അറേഞ്ച് ചെയ്തത്. ഞാൻ ഒരു ദിവസം ബിഷപ്പ് സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വന്നെനിക്ക്. ഞങ്ങൾ വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട്,
എന്ന് പറഞ്ഞു. നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മലബാറിലെല്ലാ വീടുകളും കയറണം എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ വരെ പറഞ്ഞു ഞാൻ അവിടെ അവർക്ക് റൂം സാഹചര്യമൊക്കെ 12-1 മണിയായി രാത്രിയോടെ കയറി വരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം, ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നു. പറഞ്ഞില്ല, നിങ്ങൾ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 4 മണിയാകുമ്പോൾ കുളിച്ച് ഫ്രഷായി വേഗം വണ്ടി എടുത്ത് അടുത്ത സ്ഥലങ്ങളിലേക്ക്. ഞാൻ വിചാരിച്ചു ഈ ഇത്ര ആളുകളെ കൂടിയിട്ടുണ്ടെങ്കിൽ അവരെടുത്ത വലിയൊരു ത്യാഗവും അവരെടുത്ത വലിയൊരു നിഷ്ഠയാണ്. പലരും പറഞ്ഞു ചുമ്മാ ഫോൺ വിളിച്ച പോലെ എന്തിനാ ഇത്രയും ദൂരമൊക്കെ ഓരോ വീടുകൾ 2-3 പ്രാവശ്യം കയറി ഇറങ്ങുന്നത്. പക്ഷേ അതിന് ആവശ്യമായിരുന്നു നമ്മുടെ കൂട്ടായ്മ വളർത്താൻ എന്നുള്ളതാണ്. നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ പ്രത്യേകം അഭിനന്ദിക്കാം. നല്ലൊരു കൈയടിച്ച് നമുക്ക് അഭിനന്ദിക്കാം. പ്രിയപ്പെട്ട ജോണച്ചന് ഒരു ആത്മീയ സാന്നിധ്യമായി നമ്മുടെ കൂട്ടത്തിലുണ്ട്. അച്ഛൻ്റെ ആ ഒരു സ്നേഹവും സൗഹൃദവും തന്നെയാണ് ഇതിനെല്ലാം ഞങ്ങളെ പ്രത്യേക അച്ഛന്മാരെയൊക്കെയാണ് ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് ചേർക്കാൻ അച്ഛനൊക്കെ നല്ലൊരു കൈയ്യടി കൊടുത്ത് ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാം. പ്രിയപ്പെട്ട മനോജ് ടാൻസാനിയയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു മീറ്റിംഗ് മാത്രമാണ് അച്ഛൻ എവിടെ ഇവിടെ വന്നത്. നാട്ടിലേക്ക് തിരിച്ച് ആഫ്രിക്കയിലേക്ക് തന്നെ പോകും. പ്രിയപ്പെട്ട അച്ഛൻ കൊഹിമയിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഒരു മീറ്റിംഗിൽ തന്നെയാണ് അച്ഛൻ ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നത്. ഈ കൂട്ടായ്മയിൽ ഒരുപാട് സിസ്റ്റേഴ്സിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. അവരും ഓരോരോ സാഹചര്യങ്ങളിൽ ലീവൊക്കെ എടുത്ത് അനുവാദമൊക്കെ മേടിച്ച് വന്നിട്ടുള്ളവരാണ്. നിങ്ങളും ഇടുക്കിയിൽ നിന്നും മലബാറിൽ നിന്നും അതുപോലെ എന്താണ് പാലായിലും മറ്റു ഭാഗങ്ങളിൽ നിന്നും കുറേ റീജിയനുകളായിട്ട് തിരിഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ കൂടുതൽ നല്ലതായി. ഇനി കുറച്ച് ആളുകൾ വരുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ വളരെ ഞാൻ അവസാനിക്കുകയാണ്. ഈ വിശുദ്ധബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ വർഷങ്ങളോളം വ്യത്യസ്തങ്ങളായ സാഹചര്യം ജീവിച്ച് നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന വിശുദ്ധബലിയാണ്. അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പോരായ്മയും കുറവുള്ളവരെ, ബുദ്ധിമുട്ടുന്നവരെ, ആവലപ്പെടുന്നവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഈ കൂട്ടായ്മ കൊണ്ട് നന്മയുണ്ടാകും. ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കൂട്ടായ്മ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയരെ അഭിനന്ദിക്കാൻ കർത്താവിൻ്റെ കരുണയുടെ തണലിൽ അവരുടെ സ്നേഹത്തിൽ ഒന്നായി നമ്മുടെ ഈ കൂട്ടായ്മ അന്യോന്യം അനുദിനം വളർന്നവരുടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആദരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ സുന്ദരമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജീവനെ ഞങ്ങളെ പങ്കുവരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചുകൊണ്ട് ഞങ്ങളെ സമുദ്രിക്കുകയും മുതലാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സൗരപിതാവും തലവനുമായ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സൗരപിതാവും തലവനുമായ മേജർ ആർച്ച്
മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ജോസഫ് പെരുന്തോട് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭയ്ക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയെന്നോട് വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമല്ലാത്ത പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർബല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിടട്ടെ. നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപത്രത്തെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിൽ മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഈശോദം
നമ്മുടെ കർത്താവേ സ്വാമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥന ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. ഏകമനസ്സായി ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ളാം. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും കാര്യങ്ങളോട് ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യവരങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും ഹൃദയം പ്രസന്നമലും നിഷ്കളങ്കരായി ആചരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയോട് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്,
ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോട് ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാപരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിലവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കാരുണ്യമാം ദൈവമേ, ഓസ്തിയിൽ വാഴും ദൈവമേ, ഓ ദിവ്യകാരുണ്യമാം ദൈവമേ, പാവാ നീ എന്നുള്ളിൽ സ്നേഹം നിറയ്ക്കുവാൻ ആശയോടെ ഞാനിതാ കാത്തിരിക്കുന്നു. വാവാ നീ എന്നുള്ളിൽ സ്നേഹം നിറയ്ക്കുവാൻ ആശയോടെ ഞാനിതാ കാത്തിരിക്കുന്നു. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ഉള്ളിൽ രാജനായി വന്നു വാഴണേ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ഉള്ളിൽ രാജനായി വന്നു വാഴണേ. ഈ ലോകത്തിൽ നിന്നെ പോലെ എന്നെ സ്നേഹിക്കാൻ ആരാലും സാധ്യമല്ലെന്നറിയുന്നു ഞാൻ. ഈ ലോകത്തിൽ നിന്നെ പോലെ എന്നെ സ്നേഹിക്കാൻ ആരാലും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔന്നനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപുറം ഞങ്ങൾക്ക് നൽകുകയും ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു.
ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാൻ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലും ഈ ബലിയിൽ പങ്കാളികളാ മഖിലർക്കും ദൈവം കനിവാർ അരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മഹിളരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ ബലിയായ കുർബാന. ആ കുർബാന അർപ്പിച്ച് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. തുടർന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇന്നോളം മരിച്ചു പോയിട്ടുള്ള നമുക്കറിയാവുന്നവരും അതിനേക്കാളേറെ അറിയപ്പെടാത്തവരുമായിട്ടുള്ള അനേകം പൂർവികന്മാർക്ക് വേണ്ടി, അവർക്കെല്ലാവർക്കും വേണ്ടി ഇപ്പോൾ നമ്മൾ ഓഫീസ് ചെല്ലുകയാണ്. മരിച്ചു ഉയർപ്പിക്കുന്നതിന് നാമത്തിന് സ്തുതിയെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുടെ കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു.
നിൻ്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ നിൻ്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്ത് വലം പാകേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയായി. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കുവാമേ. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബറാഹം ഇസഹാക്ക് യാക്കോബ് മഹിതാശയർ തൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പുരുവത്സലരാം സ്ലേഹരുമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. അകാലത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അകാലത്ത് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എൻ്റെ പ്രതീക്ഷ അവൻ്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ
കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേൻ. അഗാധത്തിൽ നിന്ന് തന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷര കപടങ്ങൾ നിവർക്കുകയും ദുഷ്ടങ്ങൾ നീതിമാന്മാർ നിവേദനിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകം സജ്ജമാക്കപ്പെടുകയും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ 3 അച്ഛന്മാരെ ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തിയുണ്ടായി. ഇവരെല്ലാവരെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് പരിചയപ്പെടാൻ ശ്രദ്ധിക്കണം. എന്നെ എല്ലാവരും അറിയുമെന്ന് കരുതുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പേര് ജെയിംസ് തോട്ടപ്പള്ളി. ഞാൻ ഈ പ്ലാശാൻ ഇടവക്കാരനാണ്. ഇന്ന് 4 or 5 അച്ഛന്മാരൂടെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരായിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. ഓരോരോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. എങ്കിലും അവരെല്ലാവരും തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം നമ്മളെല്ലാവരും ഓർക്കുന്നെന്നും പ്രാർത്ഥിക്കുന്നെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളിന്ന് ഇപ്പം 15 മിനിറ്റോളം നമ്മുടെ പരിപാടി ലേറ്റാണ്. ഇത് നിങ്ങൾക്കറിയാൻ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പലപ്പോഴും സാധിക്കാറില്ല. ഇനി എത്രയും വേഗം നമുക്ക് പാരീഷ് ഹോളിൽ ചെന്ന് ബാക്കി പരിപാടികൾ ആരംഭിക്കണം. 4 മണിയോടുകൂടി 4:15 നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ പാരീഷ് ഹോളിലേക്ക് പോവുക. പക്ഷേ പാരീഷ് ഹോളിലേക്ക് പോകുമ്പോൾ നേരെ നമ്മൾ ഈ നട വഴി പോവുക. ഈ നടയിൽ നിന്ന് നമ്മളെല്ലാവരുടെയും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇപ്പോൾ എടുക്കുന്നതാണ്. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള അവസരം ഇപ്പോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പോകുന്ന വഴി നേരെ ഈ ആദ്യത്തെ നടയിൽ നിറഞ്ഞു നിൽക്കുക.